Hi everyone, it's me CS Salam. Once again, welcome to my new video blog. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് രോഗഭീതിയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 പേടികളിലൊന്നാണ് ദ ഫിയർ ഓഫ് ഇൽനെസ്. എനിക്ക് രോഗമുണ്ടാകുമോ ദൈവമേ, എനിക്ക് രോഗമുണ്ടാകുമോ എന്ന് പേടിച്ച് ഉള്ള സമാധാനവും സന്തോഷമൊക്കെ കളഞ്ഞ് അവസാനം നല്ല മാറാരോഗത്തിന് അടിമകളായിട്ട് ജീവിതം അവസാനിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ രോഗഭീതി കാരണം ജീവിതത്തിൽ മറ്റെല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് എപ്പോഴും ദുഃഖത്തിലായിട്ട് ജീവിച്ച് തീർക്കേണ്ട അവസ്ഥ പലർക്കും വരാറുണ്ട്. ഞാൻ നിങ്ങളോട് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു വ്യക്തി കാണാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സർ എനിക്ക് വലിയ പേടിയാണ്, എപ്പോഴും പേടിയാണ്, എനിക്ക് രോഗമുണ്ടാകുമോ എന്നുള്ള വലിയ പേടി ഞാൻ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശ്നമായിട്ട് അദ്ദേഹം പങ്കുവെച്ചത്, സർ എനിക്കെപ്പോഴും വയറിന് വലിയ പ്രശ്നമാണ്, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കില്ല. ഞാൻ പലപ്പോഴും 2-3 മാസം കൂടുമ്പോഴൊക്കെ എൻ്റെ കമ്പനിയിൽ നിന്ന് മാനേജരോടും അതുപോലെ തന്നെ മുതലാളിയോടൊക്കെ പറഞ്ഞിട്ട് പേടി കാരണം ഞാൻ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവിന് പോകാറുണ്ട്. ലീവിന് പോയിട്ട് അവിടെ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. ആ ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ മുഴുവൻ കയറി ഇറങ്ങി എല്ലാ തരത്തിലുള്ള ടെസ്റ്റും എടുത്ത് നോക്കി. എനിക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീവുകളിലെ ജോലി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കൈകളിൽ എപ്പോഴും വേദനയാണ്, കാലുകളിൽ എപ്പോഴും വേദനയാണ്, ഫുഡ് കഴിക്കാൻ പറ്റാറില്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ദഹന പ്രശ്നമാണ്, വയറിന് വലിയ പ്രശ്നമാണ് എന്നൊക്കെ അദ്ദേഹം എന്നോട് പങ്കുവെച്ചു. വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, സർ എനിക്ക് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. നല്ല തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ, തണുപ്പൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു തണുപ്പ് കാറ്റിനെ ഞാൻ വരവേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തണുപ്പ് കാറ്റിലേക്ക് ഞാൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തലകറക്കമുണ്ടോ, പെട്ടെന്ന് തലകറങ്ങി വീഴും, തലയിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും. പലപ്പോഴും ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്. ഇതുപോലത്തെ അനുഭവമാണ് അദ്ദേഹത്തിന് നല്ല ചൂടുകാലത്ത്, ഗൾഫിൽ ചൂടുകാലത്ത് വെയിലത്തേക്ക് അല്ലെങ്കിൽ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതേ അനുഭവം ഇദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട്. തലകറക്കം ഉണ്ടാകും, കണ്ണിലിരുട്ട് കയറും, അതുപോലെ തന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വീണ് പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സാർ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാവുന്നത്, എനിക്കിതൊന്ന് മോചനം നേടണം എന്ന് പറഞ്ഞു. ഈ വ്യക്തി ഓരോ തവണ ലീവിന് പോകുമ്പോഴും നാട്ടിൽ പോയിട്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്ത ടെസ്റ്റ് തന്നെ നിരവധി തവണ ചെയ്തിട്ട് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഫിയർ ഓഫ് ഇൽനെസ് എന്ന് പറയുന്ന മാനസികമായിട്ടുള്ള ചെറിയൊരു ഡിസോർഡറാണ്. ഫിയർ ഓഫ് ഇൽനെസ് അദ്ദേഹത്തെ വല്ലാത്ത തരത്തിൽ അദ്ദേഹത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന പരിശീലന മുറകളിലൂടെ കൊണ്ടുപോയി. ഞാൻ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ടത് ദിവസങ്ങളിൽ ആ എക്സസൈസുകളും മനഃശക്തി വർദ്ധിപ്പിക്കുന്ന പരിപാടികളെല്ലാം ചെയ്തപ്പോൾ ഒരു 1-2 മാസത്തിനകം അദ്ദേഹം വളരെ ശക്തനായ വ്യക്തിയായി മാറി. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പം അതിനുശേഷം ഒരു തണുപ്പ് കാലം കഴിഞ്ഞു, ഒരു വേനൽക്കാലം കഴിഞ്ഞു. അദ്ദേഹം ആ തണുപ്പ് കാലത്തോ വേനൽക്കാലത്തോ ഒരു തരത്തിലുള്ള പ്രശ്നവും അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് ആ കാലഘട്ടത്തേക്ക് അതിജീവിച്ചത്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തലകറക്കം ഉണ്ടായില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തവണ തണുപ്പ് കുറവായിരുന്നോ എന്ന് പോലും ചോദിച്ചു, അതുപോലെ തന്നെ ചൂട് കുറവായിരുന്നോ എന്ന് പോലും ചോദിച്ചു. പലപ്പോഴും എന്നോട് അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ശക്തി കുറഞ്ഞത് കാരണത്താൽ അദ്ദേഹത്തെ ഈ രോഗഭീതി വല്ലാതെ ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നമ്മളിലേക്ക് ഈ രോഗഭീതി ഉണ്ടാകുന്നത്? അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് രോഗഭീതി കടന്നു വരാം. കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്ന ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളേക്കാൾ കൂടുതൽ രോഗത്തെക്കുറിച്ചും രോഗഭീതികളെക്കുറിച്ചും പല മാതാപിതാക്കളും കുട്ടികളോട് പറയാറുണ്ട്. വെയിലത്തേക്ക് കളിക്കാൻ പോകുന്ന കുട്ടിയോട് പറയും, നീ വെയിൽ കൊള്ളല്ലേ, നിനക്ക് രോഗം വരും, തലകറക്കം വരും, അതുപോലെ തന്നെ പനി വരും, തലവേദന വരും. മഴയത്തേക്ക് ഇറങ്ങാൻ പോകുന്ന കുട്ടിയോട് നമ്മൾ പറയും, മഴ ആസ്വദിക്കുമല്ലേ, ലെറ്റ്സ് എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് പറയുന്നതിന് പകരമായിട്ടും മാതാപിതാക്കൾ പറയും, അയ്യോ മഴ കൊള്ളല്ലേ, നിനക്ക് മഴ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം അസുഖം വരും. മണ്ണിലേക്ക് കളിക്കാൻ ഇറങ്ങുന്ന കുട്ടിയോട് നമ്മൾ പറയും, അയ്യോ മണ്ണിൽ കളിക്കല്ലേ, അപ്പം നിനക്ക് അസുഖം വരും. ഇങ്ങനെ അമിതമായ രോഗഭീതി കുട്ടികളിൽ മാതാപിതാക്കൾ ഉണ്ടാകുന്നത് വഴി ഈ രോഗഭീതി കുട്ടികളിലേക്ക് വരാം, അതുപോലെ തന്നെ മനുഷ്യരിലേക്ക് വരാം. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചുള്ള അറിവ് അത് വായിക്കുകയോ അത് അമിതമായിട്ട് ഉൾക്കൊള്ളുകയോ ചെയ്തുകൊണ്ട്, ദൈവമേ അയ്യോ എനിക്ക് ഈ രോഗമുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് അമിതമായ പേടി ഉള്ളിലേക്ക് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗം പിടിപെട്ട സുഹൃത്തിനെയോ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ കാണുന്നത് മൂലം, ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ട ആളുകളെ കാണുന്നത് മൂലം നമ്മുടെ മനസ്സിലേക്ക് വന്നു പോകുന്ന ഭീതി, അതൊരു ഫിയർ ഓഫ് ഇൽനെസ് ആയിട്ട്
ഫിയർ ഓഫ് ഇൽനെസ്, ഫിയർ ഓഫ് ഇൽ ഹെൽത്ത് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലേക്ക് രോഗങ്ങൾ, ഈ രോഗം ഇതൊരു രോഗം തന്നെ. രോഗം മീൻസ് ഇതൊരു മനസ്സിനെ ബാധിക്കുന്ന, മനസ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളെയും എനർജികളെയും കെടുത്തിക്കളയുന്ന ഒരു ഭീതിയാണ്. ഈ ഭീതി ഉള്ള ആളുകളുടെ ചില സ്വഭാവ സവിശേഷതകളോടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഫിയർ ഓഫ് ഇൽ ഹെൽത്ത് അല്ലെങ്കിൽ രോഗഭീതി ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രോഗത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. എവിടെ പോയി കഴിഞ്ഞാലും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അസുഖമുള്ളതിനെക്കുറിച്ച് സംസാരിച്ച് കളയും. അതുപോലെ തന്നെ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ പുതിയ പുതിയ അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആർക്കെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തെക്കുറിച്ചെല്ലാം അവർ ഈ കാണുന്ന ആളുകളോടെല്ലാം അത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് എപ്പോഴും അമിതമായിട്ട് വാചാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എനിക്ക് രോഗം വരുന്നു എന്ന് പറയും. രോഗത്തെ പേടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരൊരു മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ തിരയുന്നത് ആരോഗ്യമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരിക്കില്ല. നേരെ മറിച്ച് രോഗം വരുത്താത്ത ഭക്ഷണങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കും. രോഗം വരുത്താത്ത ഭക്ഷണങ്ങൾ ഏതാണ്? ഏതെങ്കിലും ഒരു പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അയ്യോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കും. മറ്റൊരു വെജിറ്റബിൾസ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അൾസറിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കും. അങ്ങനെ രോഗം വരുത്തുന്ന പച്ചക്കറികളെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയുന്നവരായിരിക്കും. എന്നാൽ ആരോഗ്യം ഉണ്ടാക്കുന്ന പച്ചക്കറികളെക്കുറിച്ചല്ല അവർ തരിക. രോഗമുണ്ടാക്കുന്ന പച്ചക്കറികൾ മനസ്സിലാക്കി വെച്ചിട്ട് അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് കേൾക്കുകയോ അറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ സൂചനകൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എനിക്കുണ്ടോ എന്ന് തപ്പി നോക്കുന്നവരായിരിക്കും ഈ അസുഖമുള്ള ആളുകളും, ഈ ഒരു പേടിയുള്ള ആളുകളും. അതുപോലെ അവിടെ കൈവേദന വന്നു കഴിഞ്ഞാൽ ഇത് ഞാനിപ്പോൾ കേട്ട അസുഖത്തിൻ്റെ ഒരു സിംറ്റമാണോ എന്ന് ഉടനെ തപ്പി നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് തനിക്കുണ്ടോ എന്നിട്ട് നിരന്തരമായിട്ട് എക്സാമിൻ ചെയ്ത് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും ഒരു ഗ്യാസ് ട്രബിളിൻ്റെ വേദന വയറിനകത്ത് വന്നാൽ പോലും അയ്യോ ഇത് ആ അസുഖത്തിൻ്റെ വേദനയാണോ എന്ന് ഭയപ്പെടുന്ന ഒരു രീതി സ്വയം സൃഷ്ടിച്ചെടുക്കും. അതുപോലെ തന്നെ മറ്റൊരു സിംറ്റമാണ് ഇത്തരം ആളുകൾ എപ്പോഴും നിരന്തരമായിട്ട് മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയിട്ടുണ്ടോ, ഞാൻ ഇപ്പോൾ വീക്കായി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏറ്റവും അവസാനത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്കറിയാം, ആരോഗ്യമാസികകൾക്ക് അമിതമായിട്ട് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഇത്തരം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ ആഴ്ചയിലും ഇറങ്ങുന്ന ആരോഗ്യമാസിക വായിക്കുകയും പുതിയ പുതിയ രോഗങ്ങളെക്കുറിച്ച് പഠിക്കും, എനിക്ക് ആ രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരക്കാരുടെ ഹോബിയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ കാരണങ്ങളാണ് ഇത്തരം ഒരു ഭീതി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു സിംറ്റമാണ്. നിങ്ങൾക്ക് ഈ ഭീതി ഉണ്ടോ എന്ന്, നിങ്ങൾക്ക് ഈ പറയുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ തോതിലെങ്കിലുമുള്ള ഭീതി, രോഗഭീതി നിങ്ങളെ മനസ്സിനെയും ബാധിച്ചിരിക്കുന്നു പറയാം. എങ്ങനെയാണ് നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുക? വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ ആ രോഗത്തെക്കുറിച്ചാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ രോഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു. രോഗമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പകരം ആരോഗ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. മനസ്സിനകത്തേക്ക് നല്ല ആരോഗ്യമുള്ള നമ്മളുടെ ഒരു പിക്ചർ നിരന്തരം കാണാൻ ശ്രമിക്കുക. എക്സസൈസ് ചെയ്യാൻ പോകുന്നത് പോലും രോഗമില്ലാതിരിക്കാനാണ് ഈ രോഗഭീതി ഉള്ള ആളുകൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുക, നടക്കാൻ പോകുക, നല്ല ആരോഗ്യമുണ്ടാകുന്നതിനോട് ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യത്തിലേക്ക് മാത്രം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ആരോഗ്യത്തെക്കുറിച്ച് മാത്രം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. രോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നല്ല ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമിതമായിട്ട് ആരോഗ്യമാസികകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓരോ ആഴ്ചയിലും ആരോഗ്യമാസികകൾ വായിച്ച് അറിവ് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ആരോഗ്യം ഉണ്ടാക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, വ്യായാമമുറ, നല്ല ഉറക്കം, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾസ്, സമീകൃതമായ ആഹാരം കഴിക്കുക, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, വിഷാംശങ്ങളില്ലാത്ത ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ സൂക്ഷിക്കാനുള്ള മിനിമം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി വല്ലപ്പോഴുമൊക്കെ ആരോഗ്യമാസികകൾ റെഫർ ചെയ്യുക എന്നല്ലാതെ ഓരോ ആഴ്ചയിലും ആരോഗ്യമാസികകളുടെ പുറകെ പോകേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങൾ രോഗഭീതിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ഒരർത്ഥത്തിൽ മനസ്സിലാക്കാൻ. നിങ്ങൾ അതിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആരോഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലേക്കും ചിന്തകളിലേക്കും ചിത്രങ്ങളിലേക്കൊക്കെ ആരോഗ്യം
കരുത്തെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കാം. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് നമ്മളോട് തന്നെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അഫർമേഷൻ അല്ലെങ്കിൽ സെൽഫ് ടോക്ക് ഇതിൽ വളരെ പ്രധാനമാണ്. ഞാൻ ആരോഗ്യവാനാണ്, ഓരോ നിമിഷവും ഞാൻ ആരോഗ്യവും സൗഖ്യവും നേടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കൂടുതൽ എനർജിയും ശക്തിയും കിട്ടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ ആരോഗ്യത്തിന്, കൈകാലുകൾക്ക്, എൻ്റെ ശരീരത്തിന്, എൻ്റെ മസിലുകൾക്കെല്ലാം കൂടുതൽ ബലം കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഞാൻ കൂടുതൽ ആരോഗ്യത്തെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പോസിറ്റീവ് അഫർമേഷൻസ് എല്ലാം പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഭീതിയെ അതിജീവിച്ച് കൂടുതൽ ആരോഗ്യപരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. പ്രത്യേകം ഓർക്കുക, ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർക്കുക, നമ്മൾ രോഗത്തിലേക്ക് തന്നെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ചിന്തകളും മനസ്സും അതിലേക്കാണ് പോകുന്നതെങ്കിൽ രോഗത്തെ നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. വലിയ രോഗങ്ങളെപ്പോലും നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയും വലിയൊരു രോഗിയാക്കി മാറ്റാൻ നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ചിന്തകൾ മതി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ. നല്ല മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള ജീവിതം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നേരുകയാണ്.